ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏപ്രിൽ 1, 2026, ഈ മാസത്തെ 1-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 91-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 46-ാമത്തെ ദിവസമാണ് ഇന്ന്. 462-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം ദാനശീലം. ഈ കഷ്ടാനുവാഴ്ചയുടെ ഈ അവസരത്തിൽ നാം ഓരോരുത്തർക്കും ദാനശീലമുണ്ടെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ദൈവാനുഗ്രഹം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദാനശീലം ഉള്ളവർ ആയിരിക്കണം. ആ ദാനശീലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ദയ, സ്നേഹം, താഴ്മ, ക്ഷമ, അനുസരണം, വിശ്വാസം, ദാനം ഇവയെല്ലാം പരസ്പര പൂരകങ്ങളാണ് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ദാനശീലം ഉണ്ടാകണമെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം ആവശ്യമാണ്. ഈ വിശിഷ്ട ധർമ്മത്തെ ലോകത്തിലെ എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നുണ്ട്. പൗരാണിക ഭാരതത്തിൽ ദാനശീലത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് നാം കേൾക്കുന്ന മഹാബലിയുടെ ഐതിഹ്യത്തിലും ദാനശീലത്തിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ. ശിബി, രന്തിദേവൻ, കർണൻ തുടങ്ങിയ പല പുരാണ പുരുഷന്മാരെയും ദാനശീലത്തിന്റെ പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അന്നദാനം, ഭവനദാനം, വസ്ത്രദാനം, നേത്രദാനം, രക്തദാനം, അവയവദാനം, ഭൂദാനം, ശ്രമദാനം എന്നിങ്ങനെ ദാനം പലതരത്തിലുണ്ട്. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ കൊടുക്കൽ വാങ്ങലിൽ അധിഷ്ഠിതമാണ്. എല്ലാ മാനുഷിക ബന്ധങ്ങളുടെയും അടിസ്ഥാനവും അതാണ്. നമുക്ക് വൃക്ഷത്തലാദികൾ ഓക്സിജൻ തരുമ്പോൾ നാം അവയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നു. ഏറെ കൊടുക്കുന്നവന് ഏറെ ലഭിക്കും എന്നത് ഒരു ജീവിത പ്രമാണമാണ്. പാത്രം അറിഞ്ഞേ ദാനം നൽകാവൂ എന്നൊരു പ്രമാണവുമുണ്ട്. മൂല്യമുള്ളത് അർഹിക്കുന്നവർക്ക് കൊടുത്താൽ വർദ്ധിക്കും, വിദ്യ കൊടുക്കുന്തോറും വർദ്ധിക്കും എന്ന് പറയാറുണ്ടല്ലോ. നമ്മുടെ ഈ ജീവിതവും നാം അനുഭവിക്കുന്ന സകലവും ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യവും സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:3 സകലവും അവൻ മുഖാന്തരം ഉളവായതെല്ലാം അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ സുവിശേഷം പങ്കിടീലിന്റെ സുവിശേഷമായിരുന്നു. വിശുദ്ധ തൃത്വത്തിൽ പോലും ഈ പങ്കിടീലിനെ ദർശിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഭൂലോകത്തിലുള്ളതെല്ലാം ദൈവത്തിന്റെ വകയാണ്. മക്കളായ മാനവർക്കെല്ലാം അത് തുല്യമായി ലഭിക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ നല്ല പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ദാനധർമ്മത്തിന്റെ അടിസ്ഥാനം ഗീവ് ആൻഡ് ടേക്ക് ആണ്. നാം മറ്റൊരാളിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നാം നൽകണം. ദാനം പണമോ പദാർത്ഥമോ ആവണമെന്നില്ല. അവസരോചിതമായി നൽകുന്ന പുഞ്ചിരിയും അഭിനന്ദനവും പ്രശംസയും അഭിവാദനങ്ങളും പ്രാർത്ഥനയും ഒക്കെ ദാനത്തിന്റെ പരിധിയിൽ വരുമെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4:7 പൗലോസ് ശ്ലീഹാ പ്രകാരം പറയുന്നു: ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? എല്ലാം ലഭിച്ചതല്ല എന്നതുപോലെ പ്രശംസിക്കുന്നത് എന്ത്? പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും ശാരീരിക മാനസിക സിദ്ധികളും ദൈവം തന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പലതും സാധിക്കുന്നത് എന്ന് നാം ഓർക്കണം. ദൈവം നമുക്ക് നൽകുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാനുള്ളതാണ്. ദാനം എങ്ങനെയായിരിക്കണം എന്ന് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് അനുശാസിച്ചിട്ടുണ്ട്. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് ഫലം തരുമെന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6:3-4 വാക്യത്തിൽ പറയുന്നുണ്ട്. ഫലേച്ഛ കൂടാതെ നൽകുന്ന ദാനമാണ് മഹത്വമേറിയത്. തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ഒരാൾ മറ്റൊരാൾക്ക് തക്ക സ്ഥലത്തും തക്ക സമയത്തും നൽകുന്ന ദാനമാണ് ഉത്തമദാനം. പരസ്യത്തിനും പേരിനും പെരുമയ്ക്കും നൽകുന്ന ദാനം ഫലപ്രദമാകുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ദാനത്തിന് പിന്നിലുള്ള മനോഭാവം കരുണയും സ്നേഹവുമാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ
പരിതാപകരമായ അവസ്ഥ നമ്മുടെ സ്വയം സ്നേഹത്താലാണ്. സ്വാർത്ഥത കൊണ്ട് അന്യരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. ധന്യമായ ജീവിതത്തിന് കരുണ, സ്നേഹം, ദയ എന്നീ മൂല്യങ്ങൾ നാം കാത്തു പരിപാലിക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൽ 9:7 പറയുന്നു. ഇല്ലായ്മയിൽ നിന്നും കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ദാനം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 42-ാം വാക്യത്തിൽ, ഭണ്ഡാരത്തിൽ പുരുഷാരം പണമിടുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവ് അരുളിച്ചെയ്തത്, ഭണ്ഡാരത്തിൽ തികച്ചു എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികമിട്ടിരിക്കുന്നു. ആ ദരിദ്ര വിധവ ഇട്ടത് 1 പൈസായ്ക്ക് തുല്യമായ 2 കാശ് മാത്രമായിരുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ട് ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്ക് ഉള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടുവെന്ന് അവരോട് പറഞ്ഞതായി നമുക്ക് ഏവർക്കും അറിയാം. ഉള്ളവർ ഇല്ലാത്തവർ എന്ന സമൂഹത്തിൽ 2 വിഭാഗങ്ങളുണ്ട്. ഉള്ളവർ ദാനധർമ്മം ചെയ്യുന്നില്ല എങ്കിൽ ഇല്ലാത്തവർ മറ്റു വഴികൾ തേടിപ്പോകും. അതിന്റെ ഫലമായിട്ടാണ് മോഷണം, പിടിച്ചുപറി, ചതി, വഞ്ചന, തീവ്രവാദം മുതലായവ വർദ്ധിക്കുന്നത്. നാം സൂക്ഷ്മമായ ആഹാരം കഴിച്ച് വെട്ടുപ്പാവുകളിൽ ആഡംബരമായി ജീവിക്കുമ്പോൾ ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്ത പട്ടിണി പാവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളത് നാം വിസ്മരിക്കരുത്. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, സുനാമി തുടങ്ങിയ ദുരന്തങ്ങൾ വരുമ്പോൾ വഴിയാധാരമാകുന്നവരെ ചേർത്ത് പിടിച്ച് സാന്ത്വനമരുളുവാൻ നമുക്ക് കഴിയണം. കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മദർ തെരേസയും ഫാദർ ഡാമിയന്റെയും ഒക്കെ ജീവിതത്തിൽ ഒക്കെയും നമുക്ക് മാതൃകയാവട്ടെ. ആചാരത്തും പൂനെയിലും മറ്റ് അനേക സ്ഥലങ്ങളിൽ സംരക്ഷണ ഭവനങ്ങൾ കെട്ടിപ്പടുക്കിയ സഭാരത്നം ഒസ്താത്യോസ് തിരുമേനിയെ സ്മരിക്കാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് തിളക്കമാർന്ന ചരിത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലോക ചരിത്രത്തിലെ നിർണായകമായ നിമിഷം കാൽവറിയിൽ ദൈവപുത്രൻ മരണം വരിച്ച് വീണ്ടെടുപ്പ് നടത്തിയ നിമിഷമാണ്. സ്വന്തം ജീവൻ മാനവകുലത്തിനായി അവൻ ദാനം ചെയ്തു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കൽക്കട്ട തെരുവിലെ അഗതികളും അനാഥരുമായ അനേകായിരങ്ങൾക്ക് അഭയം നൽകിയ മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് നമുക്കത് മാതൃകയാവട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പാവങ്ങൾക്കും അഗതികൾക്കും രോഗികൾക്കും വേണ്ടി നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആവശ്യമാണ്. ഓർത്തഡോക്സ് സഭ നടത്തിവരുന്ന ബാലഭവനങ്ങൾ, കുഷ്ഠരോഗികളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ആചാരത്തെ സ്ഥാപനം തുടങ്ങിയവയ്ക്ക് സഭാമക്കൾ കൈത്താങ്ങ് നൽകി പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. ദാനശീലം ജീവിത വ്രതമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വലിയ നോമ്പും അതോടൊപ്പം ഈ കഷ്ടാനുവാഴ്ചയും അതിന് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതേവരെ നമുക്ക് നമ്മെ തന്നെ തിരുത്തുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇനിയും അവസരം നമുക്കുണ്ട്. കാരണം നമുക്ക് ഇതേവരെ നാം ജീവിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ ആയുസ്സും ആരോഗ്യവുമാണ്. ഈ ആയുസ്സും ആരോഗ്യവും നാം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ദാനമായ ആ സമയത്തിന്റെ 10% ദൈവത്തിന് നാം കൊടുക്കുന്നുവെങ്കിൽ 1440 മിനിറ്റുകളാണ് ഒരു ദിവസമുള്ളത്. അതിന്റെ 10% എന്ന് പറയുന്നത് 144 മിനിറ്റ്, അതായത് 2 മണിക്കൂർ 24 മിനിറ്റും അത് നാം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് പ്രാർത്ഥനയിലും ഉപവാസത്തിലും അതോടൊപ്പം തന്നെ വേദപാരായണത്തിലും നാം മുഴുകിയിരിക്കുന്നുവെങ്കിൽ ആ 2 മണിക്കൂർ 24 മിനിറ്റ് ദൈവത്തിന് നാം ഒരു ദിവസം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നതിന് 2 അഭിപ്രായമുണ്ട് ഇല്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.